നമസ്കാരം. ഇന്ന് ദൃശ്യം 3 അല്ലെങ്കിൽ ദൃശ്യം 2 അല്ലെങ്കിൽ ദൃശ്യം 1 നമുക്ക് സുപരിചിതയായ ഒരു പെൺകുട്ടി, അതിന് കാരണമാകാവുന്ന ആ സിനിമയുടെ ഒരു കഥാതന്തുണ്ട്. ആ സംഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ സംഭവം ആ പെൺകുട്ടിയുടെ വീടിനടുത്ത് വെച്ച് നടക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു ആൺകുട്ടിയെ കൊല്ലുന്നു. അതാണല്ലോ അതിൻ്റെ ത്രെഡ്. പെൺകുട്ടി ആൺകുട്ടിയെ കൊല്ലുന്നു. അതിനോടനുബന്ധിച്ച സംഭവ വികാസങ്ങളാണ് നമ്മൾ ദൃശ്യം സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അത് ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ ടോപ്പിക്ക് ഞാൻ എടുത്തത്. അത് ഒരു രംഗം. അതിന് പകരം എന്തായിരിക്കും ആ പെൺകുട്ടിക്ക് ചെയ്യാവുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് കാണും എന്ന് വിചാരിക്കുന്നു, അല്ലേ? ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ കൊല്ലുന്നതിന് പകരം ആ പെൺകുട്ടിക്ക് അവൻ്റെ കാര്യം അവൻ പോയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാമായിരുന്നു. ഓക്കെ, അങ്ങനൊരു ഓപ്ഷൻ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അറിയില്ല, എന്നാലും അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലേ? അങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലേ? ആ പെൺകുട്ടിക്ക്. അല്ലെങ്കിൽ അവൾക്ക് തീരെ കരഞ്ഞ് ക്ഷീണിച്ച് വയ്യാതെ അവശ നിലയിലായി, കരഞ്ഞ് 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 അപ്പോൾ അവളുടെ മാതാപിതാക്കളൊക്കെ വരും. അങ്ങനെയും ആവാം, അല്ലേ? ഇനി വേറൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് വേറെ എന്ത് ചെയ്യാം? ആ പെൺകുട്ടിക്ക് കാമുകനോടൊത്ത്, അതായത് ഒരു കാമുകനായി കണ്ട് അവൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ചെന്ന് അവൻ്റെ കുട്ടിയെ ഗർഭം ധരിച്ചുകൊണ്ട് ആ കുട്ടിയെ വളർത്തി അങ്ങനെ ജീവിക്കാം, അല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇനി ആ പെൺകുട്ടിക്ക് വേറെ ഓപ്ഷൻ എന്താണുള്ളത്? വേണമെങ്കിൽ അവനെ സ്നേഹിച്ച് വിവാഹം കഴിക്കാമായിരുന്നു, അല്ലേ? അങ്ങനെ ഒരു സാധ്യതയുണ്ട്, അല്ലേ? അങ്ങനെ പലപ്പോഴും പണ്ടൊക്കെ അങ്ങനെ ഇങ്ങനെയുള്ള തെറ്റുകൾ ഉണ്ടാകുമ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, കേസൊക്കെ ഉണ്ടാകുമ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അപ്പോൾ അവർ രണ്ടുപേരും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. പെൺകുട്ടിയുടെ ബന്ധുക്കളൊക്കെ അത് സമ്മതിക്കുന്നു. പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലേ എന്നുള്ളത് വേറെ വിഷയം. കല്യാണം കഴിച്ചു കൊടുക്കുന്നു, അവൻ്റെ ഒപ്പം ജീവിക്കുന്നു. 4 കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഈ പെൺകുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് പറയുക എന്നുള്ളതാണ്. ഒരു 10-15 ഓപ്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് ചെയ്യാവുന്നത്. നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? ഒരു പെൺകുട്ടിക്ക് ഈ സിറ്റുവേഷനിൽ ചെയ്യാവുന്ന ഓപ്ഷനുകൾ എന്തൊക്കെയാണ്? അധികം പറയണ്ട, ഓപ്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. നമുക്ക് ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ്.